ഓം ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം ദേവാനാം ച ഹൃഷീനാം ച ഗുരും കാഞ്ചനസന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തം നമാമി ബൃഹസ്പതിം. നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ജ്യോതിശാസ്ത്രത്തിൽ അങ്ങേയറ്റം ശക്തനായ ദൈവിക ഭാവത്തിൻ്റെ മൂർത്തിമത് ഭാവമായ ആ ഭാവങ്ങളെയൊക്കെ നയിക്കുന്ന ഗ്രഹമായ ബൃഹസ്പതി, ഗുരു, വ്യാഴം എന്നൊക്കെ നാം സംബോധന ചെയ്യുന്ന ജീവഹ, ജീവയതി ഇത് ജീവഹ, ഒരു വ്യക്തിയെ ജീവിപ്പിക്കുന്ന വ്യാഴം എന്ന ഗ്രഹത്തിൻ്റെ ചാരവശാലുള്ള മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾ എപ്രകാരം മേടം മുതൽ മീനം രാശി വരെയുള്ള 12 രാശിക്കാർക്കും ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന വിഷയവുമാണ്. വ്യാഴം മഹാവിഷ്ണുവാണ്, ജീവോ നാരായണ. വ്യാഴത്തെ കൊണ്ട് മഹാവിഷ്ണുവിനെ നാം സ്മരിക്കുന്നത്. അതുകൊണ്ടാണ് വിഷ്ണു സഹസ്രനാമത്തിലെ പ്രഗത്ഭമായ ശാന്താകാരം ഭുജഗശയനം എന്ന മംഗള ശ്ലോകത്തോടുകൂടി ഈ വ്യാഴത്തിൻ്റെ മാറ്റത്തെ ഇവിടെ അവതരിപ്പിക്കുന്നത്. നവഗ്രഹ സ്തോത്രത്തിൽപ്പെടുന്നു ദേവാനാഞ്ച ഹൃഷീനാഞ്ച ഗുരും, അല്ലേ? ദേവന്മാരുടെയും ഋഷികളുടെയും ആചാര്യനായ കാഞ്ചനസന്നിഭം, സ്വർണത്തിൻ്റെ ആ നിറത്തോടുകൂടിയ, സദൃശമായ നിറത്തോടുകൂടിയ, ശോഭയോടു കൂടിയവനും, ബുദ്ധിഭൂതം ത്രിലോകേശം, 3 ലോകത്തിൻ്റെയും ഈശനും, ബുദ്ധിഭൂതം ബുദ്ധിപതിയുമായ വ്യാഴത്തെ ഇതാ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥവും. അതിനാൽ നവഗ്രഹ സ്തോത്രത്തിൽ പ്രശസ്തമായ വ്യാഴത്തിൻ്റെ ആ മന്ത്രം ഉച്ചരിച്ചു. വിഷ്ണു സഹസ്രനാമത്തിലെ പ്രഗത്ഭമായ ആ പ്രാർത്ഥനാ ശ്ലോകത്തോടു കൂടിയാണ് ഈ വ്യാഴത്തിൻ്റെ ചാരവശാലുള്ള മാറ്റം നാം ഇവിടെ അവതരിപ്പിക്കുന്നത്. എപ്പോഴാണ് വ്യാഴം മാറുന്നതെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. 1200 മേടമാസം 31-ാം തീയതി, അതായത് 2025 മെയ് മാസം 14-ാം തീയതി രാത്രി 10 മണിക്കാണ് വ്യാഴം മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുന്നത്. വ്യാഴത്തിൻ്റെ ചാരവശാലുള്ള മാറ്റം 1 വർഷമാണ്. കഴിഞ്ഞ 1 വർഷമായി വ്യാഴം എവിടെയായിരുന്നു? ഇടവത്തിലായിരുന്നു. ആ ഇടവത്തിൽ നിന്നും വ്യാഴം മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. 1 വർഷമാണ് വ്യാഴത്തിൻ്റെ പ്രവേശനകാലം. ശനി 2.5 വർഷം, രാഹുകേതുക്കൾ 1.5 വർഷം, വ്യാഴം 1 വർഷം. അതാണ് 12 രാശികളിലും വ്യാഴം സഞ്ചരിക്കുമ്പോഴാണ് നാം ആ 12 വർഷത്തെ 12 ഇയേഴ്സിനെ ഒരു വ്യാഴവട്ടം എന്ന് പറയുന്നത്. ഒരു വ്യാഴവട്ടക്കാലമായി എന്നൊക്കെ കവികളൊക്കെ ധാരാളം ഉപയോഗിക്കാറുണ്ട്, പ്രാസംഗികരും പ്രസംഗത്തിൽ കൊണ്ടുവരുന്നത് കാണാം. അതിനാൽ വ്യാഴമിതാ മിഥുനൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രവേശിക്കുന്ന ദിനം ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ വ്യാഴം 1 വർഷം എത്ര കാലം വരെയാണ് മിഥുന രാശിയിൽ നിൽക്കുക എന്ന കാര്യവും കൂടി നമുക്കറിയണം. വ്യാഴം 1201 ഇടവ മാസം 18-ാം തീയതി, അതായത് 2026 ജൂൺ മാസം 2-ാം തീയതി പുലർച്ചെ 2 മണി വരെ മിഥുന രാശിയിൽ നിൽക്കുന്നു. 1 വർഷക്കാലം സമയം ലഭിക്കുന്നതാണ്. അതിനിടയിൽ വ്യാഴത്തിന് ഒരു മൗഢ്യമുണ്ട്. എപ്പോഴാണ് ആ മൗഢ്യം? 1200 ഇടവ മാസം 29-ാം തീയതി മുതൽ മിഥുനമാസം 23-ാം തീയതി വരെയുള്ള സമയം, അതായത് 2025 ജൂൺ 13 മുതൽ ജൂലൈ 7 വരെയുള്ള സമയം വ്യാഴത്തിന് മൗഢ്യമുണ്ട്. സൂര്യനോടുകൂടെ അടുത്ത് നിൽക്കുമ്പോഴാണ് ഗ്രഹത്തിന് മൗഢ്യമുണ്ടാവുക. സൂര്യനാണ് ഏത് ഗ്രഹങ്ങൾക്കും മൗഢ്യം കൊടുക്കുക. മൗഢ്യമുള്ള വ്യാഴൻ്റെ സമയത്ത് സാമ്പത്തിക വിഷയം, സന്താനങ്ങൾക്കുണ്ടാവുന്ന അസ്വസ്ഥതകൾ, അവരുടെ രോഗാദി അരിഷ്ടതകൾ, രോഗിയായ വ്യക്തികൾക്ക് ബുദ്ധിഭ്രമം മുതലായ
ക്ലേശങ്ങൾ ഉണ്ടാവുക, ഇതൊക്കെ ശ്രദ്ധിക്കണം. ഒരു മാസക്കാലത്തോളം മാത്രമേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ഏതായാലും മിഥുനത്തിലേക്ക് ഇതാ വ്യാഴം പ്രവേശിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക, ഈ വ്യാഴം എപ്രകാരം മേടൻ രാശി മുതൽ ഈ 12 രാശിക്കാർക്കും ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന കാര്യമാണ് നാം ചിന്തിക്കുന്നത്. എല്ലാവർക്കും ഡോക്ടർ മാരാർജി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം. നാം അടുത്തതായി ചർച്ച ചെയ്യുന്നത് ഇടവൻ രാശിക്കാരുടെ ചാരവശാൽ വ്യാഴത്തിൻ്റെ സഞ്ചാരവും അതെപ്രകാരം ഇടവൻ രാശിക്കാർക്ക് ശുഭാശുഭ ഫലത്തെ പ്രദാനം ചെയ്യുന്നു എന്ന വിഷയവുമാകുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇടവൻ രാശി എന്നാൽ കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, രോഹിണി മകര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു. ഇവിടെ ഇടവൻ രാശിക്കാർക്ക് വ്യാഴം ജന്മവ്യാഴമായിരുന്നു കഴിഞ്ഞ ഒരു വർഷം. ജന്മവ്യാഴം വളരെ അനുകൂലമായ ഒരവസ്ഥയല്ല വ്യാഴത്തിന്. മാനസിക സംഘർഷങ്ങളും ശരീരവും മനസ്സും തിളച്ച് മറിയുന്നൊരവസ്ഥ സംജാതമാകും ഇടവത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ. അപ്രകാരം ഇടവത്തിലെ വ്യാഴം ഇപ്പോഴിതാ ചാരവശാൽ അതിശക്തമായ 2ാം ഭാവത്തിലേക്ക് വന്നിരിക്കുന്നു. അത് വളരെ നല്ലതാണ്. 2ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു. ഹോരാചാര്യർ പറഞ്ഞ ഫലം 2ൽ വ്യാഴം നിൽക്കുമ്പോൾ സുവാക്യഹ എന്നാണ്, നല്ല വാക്ക് സംസാരിക്കുമെന്നാണ്. ഈ ഇടവൻ രാശിക്കാർക്ക് ഇപ്പോൾ കണ്ടകശനിയുടെ സമയം കഴിഞ്ഞു. രാഹു ചാരവശാൽ മെയ് 19 കുംഭത്തിലേക്ക് ശക്തമായി വരികയാണ്. വ്യാഴം 2ാം ഭാവത്തിൽ അതിശക്തമായി തൻ്റെ സാന്നിധ്യം പ്രകടിപ്പിക്കാനിതാ ആരംഭിക്കുന്നു. അതിനാൽ ഇടവൻ രാശിക്കാർക്ക് ഈ ഒരു വർഷം വ്യാഴത്തിൻ്റെ മാറ്റം അങ്ങേയറ്റം സഹായങ്ങളെ, അങ്ങേയറ്റം വ്യാഴത്തിൻ്റെ അനുഗ്രഹത്തെ പ്രദാനം ചെയ്യുവാൻ പര്യാപ്തമാണ്. ഇവിടെ ഇടവൻ രാശിക്കാർക്ക് 2 ഭാവത്തിൻ്റെ ആധിപത്യമാണ് വ്യാഴത്തിനുള്ളത്. ഒന്ന് അഷ്ടമരാശി, മറ്റൊന്ന് ലാഭാധിപൻ. അഷ്ടമരാശിയായ ഗ്രഹം വ്യാഴം നിൽക്കുമ്പോൾ തൊണ്ട സംബന്ധമായ ടോൺസിലേറ്റ് സംബന്ധമായ രോഗങ്ങളെ ശ്രദ്ധിക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഇവിടെ വ്യാഴം 2ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ചമത്കാര ചിന്താമണിയിൽ പറഞ്ഞിരിക്കുന്ന ഫലം വളരെ അനുകൂലമാണ്. കവിത്വേ മതിർ ദണ്ഡ നേതൃത്വ ശക്തിർ മുഖേ ദോഷദൃക് ശീഘ്ര ഭോഗാന്ത ഏവ കുടുംബേ ഗുരോ കഷ്ടതോ ദ്രവ്യലബ്ധി സദാനോ ധനേ വിശ്രമോ യജ്ഞദോപി. 2ാം ഭാവം വാക്സ്ഥാനമാകുന്നു, വിത്തസ്ഥാനമാകുന്നു. ഇവിടെ വ്യാഴം 2ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ആ വ്യാഴം ലാഭാധിപനാണ്. അതിനാൽ വാക്കുകൾ കൊണ്ട് ലാഭമുണ്ടാക്കുന്നു. ഒരു വർഷക്കാലം തങ്ങളുടെ ധർമ്മം, മതം അത് പ്രചരിപ്പിക്കുന്ന വ്യക്തികൾക്ക്, പ്രവാചകന്മാർക്ക്, പ്രചാരകന്മാർക്ക് വളരെയധികം സദസ്സിൽ ശോഭിക്കാം. നല്ല വാക്കുകൾ സംസാരിച്ച് പബ്ലിക്കിനെ ആകർഷിക്കാം. അപ്രകാരം വളരെ നല്ലൊരു ഫലം വ്യാഴം പ്രദാനം ചെയ്യും. ലാഭാധിപനായ വ്യാഴം വാക്സ്ഥാനത്ത് നിൽക്കുമ്പോൾ വാക്കുകൾ കൊണ്ട് നല്ല ലാഭമുണ്ടാകുന്നു, ധനമുണ്ടാകുന്നു. ഇദ്ദേഹത്തിന് കവിത്വേ മതിഹി, കവിത്വത്തിൽ വളരെയധികം താല്പര്യമുണ്ടാക്കുന്നു ഈ വ്യാഴം. അതിനാൽ എഴുത്തുകാർ, ലേഖകർ, പ്രഭാഷകർ, സിനിമ, നോവൽ രചിക്കുന്നവർ, ഗായകർ, ഇവർക്കൊക്കെ തന്നെ, കാരണം മിഥുന രാശി ഏറി സോണാകുന്നു, വായുവാകുന്നു. അതിനാൽ സംഗീതജ്ഞർക്കൊക്കെ നന്നായി ഈ ഒരു വർഷം സംഗീത വിഷയത്തിൽ ശോഭിക്കുവാനും തങ്ങളുടെ പ്രശസ്തി, കീർത്തി വ്യാപരിക്കുവാനും ഈ വ്യാഴം ഇടവരുത്തുന്നതാണ്. ദണ്ഡ നേതൃത്വ ശക്തി, ഇടവത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ 2ാം ഭാവസ്ഥിതി വ്യാഴം ദൃഷ്ടി ചെയ്യുന്നത് എവിടത്തേക്കാണ്? ഈ വ്യാഴത്തിന് സ്പെഷ്യൽ ദൃഷ്ടിയുണ്ട് 10ാം ഭാവത്തിലേക്ക്. അതിനാൽ അധികാരവും ശിക്ഷയും നടപ്പിലാക്കുവാനുള്ള ഒരു അസുലഭമായ സമയം സംജാതമാകും ഇടവൻ രാശിക്കാർക്ക്. സ്വതവേ ഇടവൻ രാശിക്കാർക്ക് കണ്ടകശനി കഴിഞ്ഞു. അവർക്ക് ശനിത ഏറ്റവും ശക്തമായ 10ാം ഭാവത്തിലേക്ക് വരുന്നു. 10ാം ഭാവത്തിൽ കർമ്മസ്ഥാനത്തേക്ക് രാഹു വരുന്നു. പലപ്പോഴും ഇടവൻ രാശിക്കാർക്ക് അന്യമതസ്ഥരെ കൊണ്ട് ധാരാളം സൗഭാഗ്യങ്ങൾ ഉണ്ടാകും. വലിയ വലിയ മുതലാളിമാരുടെ, അന്യമതസ്ഥരായ മുതലാളിമാരുടെ അപ്രീസിയേഷൻ തൻ്റെ കർമ്മ മേഖലയിൽ ലഭിക്കുക, അതിലൂടെ ധനലാഭവും സമൂഹത്തിൽ മാന്യമായ സ്ഥാനവും പ്ലേസ്മെൻറ്റും ലഭിക്കുവാൻ ഈ 2ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം വളരെയധികം സഹായകരമാണ്. വ്യാഴത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ദൃഷ്ടി ഇടവൻ രാശിക്കാർക്ക് ഏത് ഭാവത്തിലാണ്? 6ാം ഭാവത്തിലാണ്. 6ാം ഭാവം രോഗസ്ഥാനമാണ്. അഷ്ടഭാധിപനായ വ്യാഴം 6ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇടവൻ രാശി കഫരാശിയാണ്. കഫസംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകും. വ്യാഴം കഫത്തിനെ വളരെയധികം,
കഫാധിക്യത്തെ ഉണ്ടാക്കുന്ന ഗ്രഹമാണ്. അതിനാൽ ശാരീരികമായി ഞാൻ സൂചിപ്പിച്ചു ഇയർ നോസ് ത്രോട്ടുമായി ബന്ധപ്പെടുന്ന രോഗങ്ങളെ വളരെയധികം ശ്രദ്ധിക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, വ്യാഴം നോക്കുന്നത് അഷ്ടമഭാവത്തിലേക്കാണ്. ഇവിടെ വ്യാഴം അഷ്ടമാധിപനായ അഷ്ടമഭാവത്തിലേക്ക് നോക്കുമ്പോഴും തൊണ്ട സംബന്ധമായ, ത്രോട്ട് സംബന്ധമായ, ടോൺസൽ സംബന്ധമായ രോഗങ്ങളാൽ ബുദ്ധിമുട്ട് വരുന്ന അവസ്ഥ കൂടി സംജാതമാകുന്നതാണ്. എങ്കിലും രണ്ടിൽ നിൽക്കുന്ന വ്യാഴം വളരെയധികം ഗുണകരമായ മാറ്റത്തെ പ്രദാനം ചെയ്യും. സൗമ്യ വിത്തകതയെ പുരാർജിത ധനാനമേവ വൃദ്ധ്യുദ്ഭവ. താൻ വളരെ കഷ്ടപ്പെട്ട് നേടിയ ധനത്തിന് വീണ്ടും വൃദ്ധി, വളർച്ച ഉപകരിക്കും രണ്ടാം ഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ. അതിനാൽ ആ വ്യാഴം സാമ്പത്തികമായി വളരെയധികം ഉയർച്ചയെ പ്രദാനം ചെയ്യും. തനിക്ക് നഷ്ടപ്പെട്ടതെന്ന് കരുതിയ ധനമൊക്കെ തിരിച്ച് തനിക്ക് ലഭിക്കുവാൻ ഈ വ്യാഴം സഹായകരമാകുന്നു. പാത്രാപ്തി, നല്ല പാത്രങ്ങൾ, വിഭവങ്ങൾ ലഭിക്കുന്നു. ഭരണീയ രഞ്ജനസുഖം, തൻ്റെ കുടുംബത്തിൽ തനിക്ക് വളരെയധികം സമാധാനം വരുന്നു. താൻ ഭരിക്കപ്പെടേണ്ടുന്ന, തൻ്റെ അണ്ടറിൽ നിൽക്കേണ്ടുന്ന ഭാര്യ സന്താനങ്ങളൊക്കെ തന്നെ തൻ്റെ ആ ഭരണത്തിൽ, തൻ്റെ നേതൃത്വത്തിൽ അവർക്ക് വിശ്വാസവും അവർക്ക് താല്പര്യവും വരുന്നു. അതിലൂടെ തനിക്ക് നല്ല അപ്രീസിയേഷൻ ലഭിക്കും രണ്ടാം ഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ. അപ്രകാരം വളരെ നല്ല ഫലമാകുന്നു വ്യാഴം ഇടവൻ രാശിക്കാർക്ക് രണ്ടാം ഭാവത്തിൽ നിന്നുകൊണ്ട് പ്രദാനം ചെയ്യുക. ഇവിടെയും ശ്രദ്ധിക്കുക, നിങ്ങളുടെ പ്രാർത്ഥന നാരായണ കവചമാണ്, വിഷ്ണു സഹസ്രനാമമാണ്. ഓം നമോ ഭഗവതേ നാരായണായ എന്ന മന്ത്രം വളരെയധികം എൻ്റെ പ്രേക്ഷകർക്ക് ഉപകാരപ്രദമാകും. അപ്രകാരം തന്നെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ എന്ത് ചെയ്യണം? അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാല പാൽപ്പായസം വഴിപാടായി സമർപ്പിക്കാവുന്നതാണ്. ഇതൊക്കെ ചെയ്യുമ്പോൾ സർവേശ്വരകാരകനായ വ്യാഴത്തിൻ്റെ അനുഗ്രഹം എൻ്റെ ഇടവൻ രാശി പ്രേക്ഷകർക്ക് പൂർണ്ണമായും ലഭിക്കും. അതിനുവേണ്ടി ഉത്സാഹിക്കണം. എല്ലാ പ്രിയപ്പെട്ട ഇടവൻ രാശിക്കാർക്കും ശോഭനമായ നല്ലൊരു വർഷക്കാലത്തെ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.